നമസ്കാരം. വയനാട് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എന്തോ ഒരു കൂടോത്ര പരിപാടി കഴിഞ്ഞ 2 ദിവസമായിട്ട് നടക്കുകയാണ്. അതെന്താണ് ഈ രാപ്പകൽ നീളുന്ന ചർച്ചയെന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ഈ പരിപാടിയെ കുറിച്ച് അന്വേഷിച്ചു. എന്തോ KPCCയുടെ കോൺക്ലേവ് എന്നൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് VD സതീശന് പറയാനുള്ളതെന്ന് ആദ്യം കേട്ടുകൊണ്ട് ആ കോൺക്ലേവിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കൂടിയ KPCC യോഗം തീരുമാനിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് കൂടുന്നത്. 2 ദിവസം രാത്രിയും പകലും തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പാർലമെന്റ് ഇലക്ഷൻ നേരിട്ടതിനേക്കാളും ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സർക്കാരുകൾക്കെതിരെയുള്ള ഇരു സർക്കാരുകൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ രൂപം കൊടുക്കും. ആണോ? ഇതാണ് ആ കോൺക്ലേവ് എന്നാണ് സതീശൻ പറയുന്നത്. പക്ഷെ കോൺക്ലേവിനകത്തു നിന്ന് നമ്മൾ കേൾക്കുന്നതോ കാണുന്നതോ ഇതൊന്നും അല്ല, വേറെ കലാപരിപാടികളാണ്. അതായത് മൊത്തം ആഘോഷ അറുവാദം എന്നുള്ള രീതിയിലാണ്. അതായത് ഈ കോൺക്ലേവ് രാപ്പകൽ നടക്കുന്നു എന്നറിഞ്ഞാണ് ഇത് എന്ത് അറിയണമല്ലോ. കോൺഗ്രസ്സുകാർ നടത്തുന്ന എന്തെങ്കിലും ഒരു വലിയ കോൺക്ലേവ് ആണെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു വലിയ കൂടോത്രം ഉറപ്പാണ്. കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടമറിയാൻ വേണ്ടി കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ഒരു വേദിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഇരിക്കുവോ? നിങ്ങൾ എന്നെ ആലോചിക്കൂ. അത് 2 രാപ്പകൽ അവരെ ഇരുത്തണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോഴാണ് BRM ഹിക്കയുടെ പ്രസംഗമാണ് ആദ്യം കേൾക്കുന്നത്. BRM ഹിക്കയാണെങ്കിൽ പിന്നെ ചെറിയ കാര്യമൊന്നും പറയില്ല, തീവ്രമായിട്ടുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെന്ന് ഇങ്ങനെ ഒന്ന് ചെവി ഓർത്തപ്പോഴാണ് കാര്യത്തിന്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. രാത്രി അടിച്ച് കൊടിക്കണമെങ്കിലേ എന്ത് വേണം? ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞു. MDMA. ചേടാ, ഒരു കള്ളിന്റെ പേര് പറഞ്ഞു. ആരെങ്കിലും പറ. പിന്നെ നിങ്ങളെല്ലാം ഗാന്ധിയന്മാരല്ലേ? അല്ല, കയറ്റം ബിവറേജസ് അടയ്ക്കാത്ത ഭാഗ്യം. DX 3X റമ്മ്, വേറെ ജോണി വാക്കർ, സേവാദാനം പറ. ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. MCH. പിന്നെ ചേട്ടന്റെ സാധനം ഏതാ? ഇവിടെ പീറ്റർ സ്കോട്ട്. ഇതൊന്നും പോരാ. 18,000 രൂപയുടെ റെമി മാർട്ടിനാണ് അടിക്കുന്നത്. ഒന്നുകൂടെ പറ. എന്ത് സാധനം? ഒന്നുകൂടെ പറ. ഇവിടെ നേതാക്കന്മാരെല്ലാം പേന എടുത്ത് പേപ്പറിൽ കുറിച്ചു വെച്ച് പോയി വാങ്ങാനല്ലേ അത്? ചിലരെ കുറിച്ചു വെക്കാൻ ആരെങ്കിലും കണ്ടുകളയെ പോകുന്നു ഭയക്കുന്ന ആളുകള് അവിടെ പോയി ബിവറേജസിൽ പോയിട്ട് മക്കൾ ആരെങ്കിലും വിളിച്ചിട്ട് പറയും, ഡേ ആ BRM പ്രസംഗിച്ചപ്പോ പറഞ്ഞ സാധനത്തിന്റെ പേരെന്തരടേ? റെമി മാർട്ടിൻ. 1 ലിറ്ററിന് 18,000 രൂപയാണ്. അടിച്ചു കൊരുത്ത് കിടക്കുകയാണ്. ഞെട്ടിത്തരിച്ചു പോയി ഞാൻ. അതായത് ഇതെന്താണ് ആ കോൺക്ലേവിലെ പ്രധാനപ്പെട്ട പരിപാടി ചോദിച്ചാൽ ബ്രാൻഡ് ഏതെന്നൊക്കെ ചോദിക്കുന്നു. ബ്രാൻഡ് ഏതെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റെന്തോ റമി മാർട്ടിൻ എന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹിക്ക അതായത് അവിടെ ഇരിക്കുന്ന വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്. ആരടുത്താണ്? സേവാദൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് KPCC പ്രസിഡന്റ് അടുത്തായിരിക്കും ഏതാണ് ബ്രാൻഡ് എന്ന്. കാര്യം അദ്ദേഹമാണല്ലോ ഈ മദ്യം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്ക് മദ്യം ആകാം എന്നുള്ള ഇത് കൊടുത്തത്. അപ്പോ ഇതിന്റെ തുടക്കം തന്നെ കേട്ടപ്പോ ഇപ്പൊ ഈ അടുത്ത് KSUവിന്റെ ഒരു കോൺക്ലേവ് എവിടെ നടന്നു? രാജീവ് ഗാന്ധി സെന്റർ ഫോർ സ്റ്റഡീസിൽ ഇതുപോലെ 2 ദിവസമാണ് നടന്നത്. ഇതിന്റെ കുറച്ച് സീനിയർ വേർഷൻ അല്ലെങ്കിൽ തീവ്രത കൂടിയ വേർഷനാണ് ഈ വയനാട് നടക്കുന്നതെന്നപ്പോ അതിൽ നിന്ന് തന്നെ പിടികിട്ടി. അപ്പോ എന്തായാലും അടുത്ത് പോയി ഇന്ന് കാണാന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് മൊത്ത രംഗണ്ണനാണ്. രംഗണ്ണന്റെ ഇലുമിനാട്ടിയുമായി അവിടെ എത്തിയത് ആരാണ് ഒന്ന് കണ്ടേ? മിന്നും സൂര്യനും ചന്ദ്രനും. പിന്നെ എങ്ങനെയാ ഈ രക്ഷകർത്താക്കൾ ഇരിക്കുന്നതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് പാട്ട് പാടാം. മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ, സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല്. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല്. ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്. കാലം എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേൾഡ്. കേൾക്കാൻ പറ്റുന്നില്ല? നിങ്ങളൊന്ന് പാടി നോക്കട്ടെ. ഇതൊരു ഒന്ന് ഉണരാൻ വേണ്ടി ചെയ്തതാ. കണ്ടില്ലേ? വീഡിയോ ദൃശ്യമൊന്നും ഇല്ലായിരുന്നു.
വീഡിയോ ദൃശ്യം ഇല്ലാത്തതുകൊണ്ട് ഒരു ദൃശ്യം കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളണം. കാര്യം നമുക്ക് അവിടെ വീഡിയോ ദൃശ്യം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരുടെ കഞ്ഞിക്കുഴിയുടെ ജൂനിയർ ടീംസ് ഇവിടെ നമ്മുടെ KSUവിന്റെ കഞ്ഞിക്കുഴി ജൂനിയർ ടീംസ് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ സ്റ്റഡീസിൽ നടത്തിയ ആ കോൺക്ലേവിലെ ദൃശ്യം കൊണ്ട് നമുക്ക് അതങ്ങ് ഫില്ല് ചെയ്യാം. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. KSU പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. കറക്റ്റാണ്. ആര് പറഞ്ഞ? ഹിക്ക പറഞ്ഞത്. രാത്രി കൊരുത്തു കിടക്കണമെങ്കിൽ എന്ത് വേണം? അപ്പോ മൊത്തം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവർ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ മാസ്റ്റർ പ്ലാൻ. അവിടെ കിടന്ന് കുത്തി മറിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് വലിയ സംഭവം. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു KPCC പ്രസിഡന്റ് കന്നിമൂലയെ കൊണ്ടുവന്ന് കൂടോത്രം ജപിച്ച ആള് ഇരിക്കുന്ന അതേ വേദിയിൽ ഒരാൾ മനസമാധാനമായിട്ട് ഇരിക്കുമോ? പിന്നെ പലർക്കും ചാടാൻ പറ്റില്ല. കെട്ടിയിരിക്കുന്ന ഏലസ് എവിടെ? ഈ അരയിൽ കെട്ടിയിരിക്കുന്ന ഏലസ് അഴിഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ട്. കാര്യം ഈ ബാക്കിയുള്ളവരിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഏലസുകൾ പലരും ഇറുക്കി കെട്ടിയിരിക്കണം. അപ്പൊ ഇതെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ അക്രമം ഉണ്ടാവും. മറ്റേ ഏതോ ഒരു ഹൊറർ ചിത്രത്തിൽ പറയും പോലെ ഈ ഏലസിലാണ് എല്ലാം ഇരിക്കുന്നത്. എനിക്കൊന്നും ബാധിക്കാത്തതിന്റെ കാര്യം ഈ ഏലസാണ്. പലതരത്തിലുള്ള കൂടോത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലർ ഗുരുവായൂർ പോയിട്ടാണ് നേരെ അങ്ങോട്ട് പോയിരിക്കുന്നത്. മറ്റു ചിലർ ചോറ്റാനിക്കര പോയിട്ടാണ്. മറ്റു ചിലർ അറിയാൻ പാടില്ലാത്ത ചില മന്ത്രവാദിമാരുടെയൊക്കെ പോയിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. കയ്യിൽ ഭസ്മവും ചന്ദനവും ഒപ്പം ഈ കുങ്കുമം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. ചില പൂക്കൾ, ചില മുട്ടകൾ ഒക്കെ എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ആരൊക്കെ മറികടക്കുന്നുണ്ട്, ആരുടെയൊക്കെ മണ്ട മറിയുന്നുണ്ടെന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാനുള്ളൂ. എന്തായാലും അവിടെ ഇലുമിനാട്ടിയിൽ അറുമാദിക്കാണ്. രംഗി അണ്ണന്മാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യാത്ത, അതായത് സുധാകര രംഗൻ, സതീശ രംഗൻ, ചെന്നിത്തല രംഗൻ, KC രംഗൻ, അങ്ങനെ പല രംഗി അണ്ണന്മാരും അവിടെ അറുമാദിക്കുന്നുണ്ട്. ഇവരുടെ ടീംസുകളായിട്ടൊക്കെ രാത്രി വലിയ തോതിലുള്ള കൂലങ്കഷമായ ചർച്ചകളാണ് പല മൂലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഒരിടത്തിരുന്ന് ചർച്ച നടത്തി കഴിഞ്ഞാൽ മണ്ടയടിച്ച് കീറും എന്നുള്ളത് കൊണ്ട് ഓരോ കോണിൽ ഓരോ കുപ്പിയും ഗ്ലാസ്സുമായിട്ട് പോയിട്ട് അവരവർ ചർച്ച ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയിട്ട് പോയിക്കൊള്ളാം. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. കാര്യം ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആർക്കായിരുന്നാലും ഒരു റിലാക്സ് വേണമല്ലോ. അതുകൊണ്ട് തിരുവനന്തപുരത്തൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നേരെ വയനാട് പോലൊരു ടൂറിസ്റ്റ് കേന്ദ്രം നമ്മൾ വെച്ചുപിടിച്ചത്. അവിടെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിനെ നമ്മളൊന്ന് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? BRM ഷെഫീർ കവർജാനൊക്കെ ഏതാണ് ബ്രാൻഡ്? പല പല ബ്രാൻഡുകൾ ഒഴുകുകയാണ്. കാര്യം ഒരു ടിപ്പർ കുപ്പി മിക്കവാറും അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട അവസ്ഥ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ആ യോഗത്തിന്റെ തീവ്രത കണ്ടിട്ട് മനസ്സിലാകുന്നത്.